ഏറെ കാലമായി കഴിഞ്ഞ 3-4 മാസക്കാലം വിശ്രമത്തിലായിരുന്നു. കഠിനമായ രോഗത്തെ തുടർന്ന് യാത്രകളെല്ലാം തൽക്കാലം മാറ്റിവെച്ച് അടുത്തുള്ള ചില പരിപാടികൾ മാത്രം പങ്കെടുത്ത് ദൂരയാത്രകൾ ഒഴിവാക്കിയതായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചാലും നിർബന്ധമായും പങ്കെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച, അതിനുവേണ്ടി രോഗങ്ങൾക്ക് തൽക്കാലം അവധി കൊടുത്ത് ഞാൻ എത്തിയിരിക്കുന്ന ഒരു പരിപാടിയാണ് സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള അന്തർദേശീയ മഹാസമ്മേളനം. അതിൽ എനിക്ക് സംസാരിക്കാനുള്ള വിഷയം ആരോഗ്യ വിചാരമാണ്. അപ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസാരിക്കേണ്ടത്. അപ്പോൾ 2 രീതിയിലും അത് സംസാരിക്കാൻ ഞാൻ യോഗ്യനാണ്. ഒന്നൊരു ഭിഷഗ്വരൻ എന്നുള്ള നിലക്ക്, ഒരു ഡോക്ടർ എന്നുള്ള നിലക്കും, 2 രോഗി എന്ന നിലക്കും. രോഗി എന്നുള്ള നിലക്കുള്ള അനുഭവങ്ങളും ഡോക്ടർ എന്നുള്ള നിലക്കുള്ള പരിചയങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിനോ വിഷയാവതരണത്തിനോ ഞാൻ മുതിരുന്നില്ല. കാരണം നമ്മളെ മനസ്സിനെ എപ്പോഴും ശുദ്ധമായി വെക്കുക, മനസ്സിൽ ദുശ്ചിന്തകൾ വരാതെ നോക്കുക, മനസ്സിൽ കാപട്യമില്ലാതെ ഇരിക്കുക, മനസ്സിൽ അസൂയയില്ലാതെ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് മനസ്സിൻ്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നതാണ്. ഇത്രയും വിഷയങ്ങളെ ഞാനൊന്ന് തൊട്ട് തലോടി മറ്റുള്ളവർക്ക് അതിൻ്റെ ആഴത്തിലേക്കും പരപ്പിലേക്കും പോകാനുള്ള ഒരു വാതിൽ തുറന്നു വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി സർവശക്തൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.